രണ്ടിനെയും കൊന്നു കളഞ്ഞു. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ജാൻപി ബെഡീസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഒരു കിളിക്കൂട് ഉണ്ടാക്കാൻ പോവുകയാണ്. വീട്ടിലെ കിളിക്കൂട് ഹോം മെയ്ഡായിട്ട് നമുക്കൊരു കിളിക്കൂട് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ നമുക്ക് കിളിക്കൂട് ഉണ്ടാക്കാൻ പോകാമല്ലോ. അപ്പോൾ കിളിക്കൂട് ഉണ്ടാക്കാൻ പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ അമർത്തി വെക്കുക. കൂടാതെ തന്നെ ലൈക്കും കമൻറ്റും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് കിളിക്കൂട് ഉണ്ടാക്കാം. വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന ഒരു കിളിക്കൂടാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 3 അടി വീതിയുള്ള 160 സെൻറ്റിമീറ്റർ നീളത്തിൽ ഞാൻ നെറ്റ് എടുത്തിട്ടുണ്ട്. കൂടാതെ തന്നെ 2 ഫാനിൻ്റെ അടപ്പുകൾ എടുത്തിട്ടുണ്ട്. ഫാനിൻ്റെ ഡോർ എടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരേ ഫാനിൻ്റെ 2 സൈഡിലുള്ള ഡോറുകളായിരിക്കണം. അതുപോലെ തന്നെ ഞാൻ അതിൻ്റെ വേറൊരു അടപ്പുണ്ടാവും ഫാനിൻ്റെ ഡോറിൻ്റെ മുകളിൽ, അതും എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു FTA, ഒരു MTA, പിന്നെ ഒരു ക്യാപ്പ്, അതായത് PVC പൈപ്പിന് ഫിറ്റ് ചെയ്യാനുള്ള സംഭവങ്ങളാണ്. പിന്നെ വേണ്ടത് കുറച്ച് സോൾവെൻറ്റും പിന്നെ ഇതെല്ലാം ടൈറ്റ് ചെയ്യാനുള്ള കേബിൾ ടൈയും ആവശ്യമാണ്. ഫാനിൻ്റെ ഈ ഡോറിൻ്റെ ഇത് നമ്മുടെ അടപ്പുണ്ടാവില്ലേ, അതിന് നമ്മുടെ ഞാൻ 1 ഇഞ്ച് നീളമുള്ള പൈപ്പാണ് PVC ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ കയറാൻ പാകത്തിൽ ഞാൻ ഹോൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ആദ്യം ഞാൻ നമ്മുടെ PVC പൈപ്പിൻ്റെ മുകളിൽ FTA ഫിറ്റ് ചെയ്യാൻ പോവുകയാണ്. അതിനുവേണ്ടി കുറച്ച് സോൾവെൻറ്റ് തേച്ച ശേഷം ഞാൻ അതിൻ്റെ മുകളിൽ ഫിറ്റ് ചെയ്യുകയാണ്. ഇനി ഞാൻ നമ്മുടെ ഫാനിൻ്റെ ഡോറിൻ്റെ മുകളിലേക്ക് നമ്മൾ വാങ്ങി വെച്ചിരിക്കുന്ന നെറ്റ് ടൈ ചെയ്യാൻ പോവാണ്. നല്ലപോലെ ടൈറ്റായിട്ട് റൗണ്ട് ആക്കിയിട്ട് അതിൻ്റെ പാകത്തിലുള്ള റൗണ്ടിൻ്റെ വട്ടത്തിൽ തന്നെ നമ്മൾ ടൈ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ 1 സൈഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്, ഫുള്ള് ടാപ്പ് അടിച്ചിട്ടുണ്ട്. നമ്മളിനി മറ്റേ സൈഡും കൂടി ഇതുപോലെ തന്നെ ടാപ്പ് അടിച്ചിട്ട് ടൈറ്റ് ചെയ്യാൻ പോവാണ്. ഈ സൈഡ് ടൈ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കംപ്ലീറ്റ് ആയിട്ട് ക്ലോസ് ചെയ്യാൻ പാടില്ല. ഇതിൻ്റെ ഉള്ളിലൂടെയാണ് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാനുള്ള ചട്ടികളും അതുപോലെ തന്നെ എല്ലാ സാധനങ്ങളും കയറ്റി വെക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് സ്ഥലം ഗ്യാപ്പ് വിട്ടിട്ട് വേണം നമ്മൾ ടൈ ചെയ്യാൻ. അതിനുശേഷം നമ്മൾ ഈ നെറ്റ് റോൾ ചെയ്തതിന് ശേഷം ഇതിനൊരു ജോയിൻറ്റ് വരും. ആ ജോയിൻറ്റിൽ നെറ്റ് നല്ലതുപോലെ ടൈറ്റ് ചെയ്യണം. ടാപ്പ് അടിച്ചിട്ട് ടൈറ്റ് ചെയ്യണം. നെറ്റ് ഞാനിവിടെ 1.60 എടുത്തിട്ടുണ്ട്. 1.50 മതി കേട്ടോ, ഇത് കുറച്ച് കൂടുതലാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിത് കംപ്ലീറ്റ് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ്, അതായത് മറ്റേ സൈഡ് കംപ്ലീറ്റ് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇതിനുള്ളിൽ കയറ്റാനുള്ള സാധനങ്ങൾ ഒക്കെ കയറ്റി വെക്കുക. ഞാൻ കലമൊക്കെ ഇതിൽ കെട്ടിയിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് നിങ്ങൾക്ക് മരക്കമ്പ് വേണമെങ്കിൽ മരച്ചില്ല, കിളികൾക്ക് പറന്നിരിക്കാനുള്ള സാധനങ്ങളൊക്കെ വെച്ച് കൊടുക്കുക. അപ്പോൾ ആ സെറ്റുകളൊക്കെ ഞാൻ ഇവിടെ ഓൾറെഡി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഫുൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്തിട്ട് ഇത്ര ഏരിയ വെച്ചിട്ടാണ് ബാക്കിയാണ് ഇത് ടാപ്പ് ചെയ്തിരിക്കുന്നത്. ഈ സൈഡിലാണ് ഞാൻ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ വെക്കാൻ പോകുന്നത്. അപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇതിനുള്ളിൽ ബാക്കി ഫുഡൊക്കെ കൊടുക്കാനുള്ള സാധനങ്ങളൊക്കെ വെക്കാം. ഓക്കെ, ഫുഡ് കൊടുക്കാനുള്ള ഐറ്റംസും ബാക്കി വെള്ളം കൊടുക്കാനുള്ള പാത്രമൊക്കെ എനിക്ക് മറ്റേ സൈഡിലൂടെ ഇടാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഈ സൈഡ് ഞാൻ നല്ലതുപോലെ ടൈറ്റ് ചെയ്യുവാണ്. ഇപ്പം കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഇത് ടാപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാം ടൈറ്റ് ആക്കിയിട്ടുണ്ട്. 2 സൈഡും അടച്ചു. അതുപോലെ തന്നെ മോൾ ഭാഗത്തുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ കേബിൾ വെച്ചിട്ട് ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വൃത്തിയാക്കണം, പാകത്തിനാക്കണം. കൂടാതെ ഇതിനുള്ളിൽ ഭക്ഷണം കൊടുക്കാനുള്ള സാധനങ്ങളൊക്കെ വെച്ച് കൊടുക്കണം. അതൊക്കെ ഈസിയാണ്. നമുക്ക് ജസ്റ്റ് ഇങ്ങനെ കൈ വെച്ചിട്ട് അങ്ങനെ വെച്ച് കൊടുത്താൽ മതി. പിന്നെ കൂടെ അലങ്കരിക്കാൻ എന്തൊക്കെ സാധനം നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നോ അതെല്ലാം വെച്ചിട്ട് അങ്ങോട്ട് അലങ്കരിക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ PVC പൈപ്പ് ഉള്ളിലോട്ട് കയറ്റാം. ഉള്ളിലോട്ട് കയറ്റിയതിന് ശേഷം നമുക്ക് MTA വെച്ചിട്ട് നമുക്ക് ഈ ഡോർ ക്ലോസ് ചെയ്യണം. ഇതിൻ്റെ ഫാനിൻ്റെ ഡോറ് നമുക്ക് ഈ സൈഡിലൂടെയാണ് ഇനി ഏതെങ്കിലും പക്ഷികളൊക്കെ ഇടണമെങ്കിലൊക്കെ നമ്മൾ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന സ്ഥലം ഇതാണ്. അതുകൊണ്ട് തന്നെ അവിടെ നമ്മൾ സോൾവെൻറ്റ് ഇടുന്നില്ല. നമ്മൾ ജസ്റ്റ് MTA വെച്ച് ക്ലോസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് തിരിച്ച് നമുക്ക് അയച്ചെടുക്കുകയും ചെയ്യാം. ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ ക്യാപ്പ് വെച്ചിട്ട് നല്ലപോലെ സോൾവെൻറ്റ് വെച്ചിട്ട് ടൈറ്റ് ചെയ്യുകയാണ്. അങ്ങനെ FTAയും MTAയും വെച്ചിട്ട് ഞാൻ ഈ സൈഡും ക്ലോസ് ചെയ്യുകയാണ്. ഈ ചെറിയ ഡോറ് ഞാൻ അതുപോലെ നല്ലപോലെ ടൈറ്റ് ചെയ്തു. അപ്പോൾ ഇനി നമ്മൾ ഈ കേബിളൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് വൃത്തിയാക്കാൻ പോവുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ കൂടുകൂടെ റെഡി ആയിട്ടുണ്ട്. നല്ല സെറ്റപ്പ് കൂടുകൂടെ റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇഷ്ടം പോലെ സാധനങ്ങൾ വെക്കാൻ പറ്റും. എൻ്റെ കയ്യിൽ കുറേ കൂടി സാധനങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ എല്ലാം അതിനുള്ളിൽ കയറ്റിയിട്ടില്ല. അപ്പോൾ നമ്മുടെ കൂടുകൂടെ സെറ്റാണ്. ഇനി കുറച്ച് വിഷമമുള്ള കാര്യമാണ് പറയാൻ പോകുന്നത്. നിങ്ങൾ ഈ കിളികളെ കണ്ടല്ലോ അല്ലേ, എന്ത് ഭംഗിയുള്ള കിളികളാണ്. ഈ കിളികളെ ഞാൻ മുൻപും കാണിച്ചിട്ടുണ്ട്. ഞാനൊരു കട വിസിറ്റ് ചെയ്ത സമയത്ത് ഈ കിളികളെ വാങ്ങിക്കൊണ്ടുവന്നിരുന്നു എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ഞാനിതിൻ്റെ വീട്ടിൽ കൊണ്ടുവന്നു. ഇതുപോലൊരു പാത്രത്തിലിട്ട് അടച്ചു വെച്ചിരിക്കുകയായിരുന്നു. കാരണം ഇതിനെ വാങ്ങി 2 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ കൂടുണ്ടാക്കാൻ തുടങ്ങിയത്. പക്ഷേ ഇങ്ങനെ ഈ പാത്രത്തിൽ വെച്ചിരുന്ന സമയത്ത് പൂച്ച വന്ന് 2നെയും പിടിച്ചു, 2നെയും കൊന്നു കളഞ്ഞു. അതിനുശേഷം വീണ്ടും ഞാൻ കടയിൽ പോയിട്ട് വീണ്ടും കിളികളെ വാങ്ങിക്കൊണ്ടുവന്നു. അപ്പോൾ നമ്മുടെ കിളികളെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പുതിയ കിളികളെ വാങ്ങി വന്നിരിക്കുകയാണ്. നമുക്കിത് നമ്മുടെ കൂട്ടിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഓക്കെ,
Ini kok gitu, Cak? Ini kok dulu. അപ്പോൾ കണ്ടല്ലോ നമ്മുടെ കൂട് ഇവിടെ ഫുൾ സെറ്റപ്പ് ആയിട്ടുണ്ട്, കിളികളായിട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് കാർപോർട്ടിലാണ് ഞാൻ വെക്കുന്നത്. അതിൻ്റെ സൈഡിൽ ഒരു ഹാങ് ചെയ്യാൻ പറ്റിയ സ്ഥലമുണ്ട്, അവിടെയാണ് വെക്കുന്നത്. രണ്ട് കമ്പി കുളത്തെല്ലാം ഉണ്ട്, ഇത് തൂക്കി നമുക്ക് അവിടെ വെക്കാം. നമുക്കിനി വെക്കാം അല്ലേ. അങ്ങനെ കിളിക്കൂട് എല്ലാം സെറ്റാണ്. ഇനി ഞങ്ങൾ ചെയ്യാൻ പോകുന്ന എപ്പിസോഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളൊരു സീരീസ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ നാട്ടിലുള്ള ഇങ്ങനെ കിളികളെയും അതുപോലെ അക്വേറിയങ്ങളും ഒക്കെ കിട്ടുന്ന കടകൾ, വളർത്തുമൃഗങ്ങളൊക്കെ പെറ്റ്സിനൊക്കെ വാങ്ങാൻ പറ്റിയ കടകളൊക്കെ ഞങ്ങൾ പരിചയപ്പെടുത്തുന്ന കുറച്ച് എപ്പിസോഡ്സാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആരും മിസ് ചെയ്യാതെ കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഞങ്ങളുടെ പുതിയ പുതിയ വീഡിയോസിനായിട്ട് വെയിറ്റ് ചെയ്യുക. എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഞങ്ങളുടെ കിളിക്കൂട് റെഡി ആയിട്ടുണ്ട്, ഞങ്ങളുടെ കിളികൾ ഇവിടെ സെറ്റാണ്. അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് ഞങ്ങൾ ജെ ആൻഡ് പി ബഡ്ഡീസ് വീണ്ടും വരും. അതുവരയ്ക്കും ഗുഡ് ബൈ.